നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന പ്രകടനവുമായി UDF കുതിക്കവേ ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് തന്നെ കാണും. ഇതായിരുന്നു ഫേസ്ബുക്കിലെ കുറിപ്പ്. ഒളിവ് അവസാനിപ്പിച്ച് വോട്ട് ചെയ്യുവാൻ രാഹുൽ മാങ്കുട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് വാർഡിൽ കോൺഗ്രസിന് ജയമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രക്ഷോഭാണ് ജയിച്ചത്. 8 വോട്ടിനായിരുന്നു ജയം. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലും വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബൊക്കെയൊക്കെ നൽകിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഒളിവിൽ പോയതിനു ശേഷം വരുന്ന രാഹുലിന്റെ ആദ്യ പോസ്റ്റ് കൂടിയാണിത്. നവംബർ 27-നാണ് രാഹുൽ അവസാനമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കിട്ടത്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നായിരുന്നു രാഹുലിന്റെ അവസാന പോസ്റ്റ്. ഡിസംബർ 11 രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ വോട്ട് ചെയ്തു. ഒളിവ് അവസാനിപ്പിച്ചാണ് പാലക്കാട്ടെ കുന്നത്തൂർമേട് നോർത്ത് വാർഡ് ബൂത്തിൽ വോട്ട് ചെയ്യുവാനാണ് രാഹുൽ മാങ്കുട്ടത്തിൽ എത്തിയത്. ഇതോടെ ബലാത്സംഗ കേസിൽ 15 ദിവസം നീണ്ട ഒളിവ് ജീവിതമാണ് വോട്ടെടുപ്പ് ദിനത്തിൽ രാഹുൽ അവസാനിപ്പിച്ചത്. കോടതി മുൻകൂർ ജാമ്യം 2 കേസിലും അനുവദിച്ചതോടെ പൊതുവിടത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ വഴിയൊരുക്കി കേരള പോലീസും ഒപ്പമുണ്ടാവുകയായിരുന്നു. രാഹുലിന്റെ ഒളിയമ്പ് LDF-നെതിരെ തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ തിരിച്ചടിയാണ് നേരിടുന്നത്. ഉറച്ച കോട്ടകൾ കൈവിട്ടതോടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഒക്കെ LDF-ന് കാലിടറി. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് നിലവിൽ LDF-ന് മുന്നേറ്റമുള്ളത്. കൊല്ലത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശൂരും വൻ തിരിച്ചടിയാണ് നേരിട്ടത്. കൊല്ലത്ത് മേയർ ഹണി ബെഞ്ചമിൻ തോറ്റു. മുൻ മേയർ രാജേന്ദ്ര ബാബുവും തോറ്റു. ഗ്രാമപഞ്ചായത്തുകളിലെ 2186 വാർഡുകളിലും ബ്ലോക്കിലെ 76 വാർഡുകളിലും മുനിസിപ്പാലിറ്റിയിലെ 1333 വാർഡുകളിലും UDF ജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ 243 വാർഡുകളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. 194 വാർഡുകളിൽ LDF-ഉം 3 NDA-യും ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ 66 വാർഡുകളിൽ UDF-ഉം 54 LDF-ഉം ലീഡ് ചെയ്യുന്നു. 32 ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ UDF-ആണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നേരിയ വ്യത്യാസത്തിലും ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലും LDF-ഉം മുന്നേറുകയാണ്. ഇതിനിടെ പിണറായി വിജയന്റെ കൊള്ളയ്ക്കുള്ള ജനത്തിന്റെ മറുപടിയാണ് UDF-ന്റെ മുന്നേറ്റമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ K. സുധാകരൻ പ്രതികരിച്ചു. ജനങ്ങൾ UDF-ൽ വിശ്വാസം അർപ്പിച്ചു എന്നതിന്റെ തെളിവാണിതെന്നും K. സുധാകരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF-ന് ഊർജ്ജം നൽകാമെന്നും K. സുധാകരൻ കൂട്ടിച്ചേർത്തു. UDF കെട്ടുറപ്പിന്റെ വിജയമാണെന്നാണ് ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചത്. വളരെ വലിയ വിജയമാണ് UDF നേടിയത്. UDF ജയിച്ചെടുത്ത് വൻ ഭൂരിപക്ഷത്തിലാണ്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം സർക്കാരിനോടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ 20 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. UDF 9, LDF 5 എന്നിങ്ങനെയാണ് സീറ്റ് നില. മുൻ MLA KC രാജഗോപാൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാത്രമാണ്. LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു KC രാജഗോപാലൻ. CPM-ൽ കനത്ത വിഭാഗീയത നിലനിൽക്കുന്ന പ്രദേശമാണ് മെഴുവേലി. കിഴക്കമ്പലത്ത് 2020 ഭരിച്ച മുഴുവൻ പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചു. LDF ഭരിച്ചിരുന്ന വെള്ളമുണ്ട പഞ്ചായത്ത് UDF അട്ടിമറിച്ചു. 16 സീറ്റിലാണ് UDF-ന് വിജയം. LDF-ന് 7 സീറ്റ് മാത്രമാണ് നേടാനായത്. CPM ജില്ലാ സെക്രട്ടറി K. റഫീഖിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡടക്കം UDF വിജയിച്ചു. എറണാകുളത്തെ 13 മുനിസിപ്പാലിറ്റികളും UDF സർവാധിപത്യം നേടാനായി. ഒരിടത്തും LDF ഇല്ല. പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കുട്ടത്തിലെ വിശ്വസ്തനായ UDF സ്ഥാനാർത്ഥിക്കാണ് വിജയം. പത്തനംതിട്ട ഏറാത്ത പഞ്ചായത്ത് 6ാം വാർഡായ കിളിവയലിലെ UDF സ്ഥാനാർത്ഥി റിനോ P. രാജനാണ് വിജയിച്ചത്. 240 വോട്ടുകൾ നേടി ആണ് റിനോ വിജയിച്ചത്. അതേസമയം രാഹുലിന്റെ മറ്റൊരു വിശ്വസ്തനായ ഫെനി നാനാൻ തോറ്റു. പത്തനംതിട്ട നഗരസഭയിൽ അടക്കം UDF വലിയ മുന്നേറ്റമാണ് നടന്നത്. പത്തനംതിട്ട നഗരസഭയിൽ UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട നഗരസഭയിലെ 16ാം വാർഡിൽ 248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിമതൻ ബിബിൻ ബേബി വിജയിച്ചു. നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ജാസിം കുട്ടിയെയാണ് ബിബിൻ പരാജയപ്പെടുത്തിയത്. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യുടെ വിശ്വസ്തനായ അടൂർ നഗരസഭയിലെ 8ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായ ഫെനി നയനാൻ 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. ഇവിടെ BJP സീറ്റ് നിലനിർത്തി. രാഹുൽ മാങ്കുട്ടലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ ഫെനി നയനാനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. UDF നേടിയ മികച്ച വിജയം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ശക്തമായി പിന്തുണ നൽകിയ എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. കോൺഗ്രസ് പാർട്ടിയും മുന്നണിയിലെ മറ്റു കക്ഷികളും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. എല്ലാവരും ഒന്നിച്ചിറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രതീക്ഷിച്ചതിലും വലിയ ജനപിന്തുണയാണ് കോൺഗ്രസിന് ലഭിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.
വിജയത്തിൽ സഹകരിച്ച ജനങ്ങളോടും മാധ്യമങ്ങളോടും സണ്ണി ജോസഫ് പ്രത്യേക നന്ദി അറിയിച്ചു. LDF സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായ ശക്തമായ തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് സണ്ണി ജോസഫ് വിലയിരുത്തിയത്. LDF സർക്കാരിന്റെ വീഴ്ചകൾ UDF നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ തുറന്നുകാട്ടി. കോൺഗ്രസിനെ ജനങ്ങൾ ശരിയായി മനസ്സിലാക്കി. അതിന്റെ പ്രതിഫലമാണ് ഈ ഒരു മികച്ച വിജയം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയം ഉറപ്പിക്കുവാനുള്ള ഊർജ്ജം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതോടെ കൂടുതൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് BJP. 45 വർഷമായ CPM ഭരണത്തിന് അവസാനം വരുത്തിയാണ് BJP വിജയം. 49 സീറ്റുകൾ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി BJP മാറി. ഭരണം ഉറപ്പിച്ചു മുന്നേറുകയാണ് BJP. നിലവിലെ ട്രെൻഡ് നിലനിന്നാൽ 52 സീറ്റിന് മുകളിൽ BJP വിജയിക്കുന്ന സ്ഥിതിയാണ്. R. ശ്രീലേഖ, MR. ഗോപൻ, VV. രാജേഷ് തുടങ്ങി BJPയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചിട്ടുണ്ട്. മേയർ ആരാകണമെന്നതിലേക്ക് BJP ചർച്ചകൾ തുടങ്ങി. ഏറെ വെല്ലുവിളികൾക്കിടയിലാണ് BJP ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൌൺസിലറായിരുന്ന അനിൽകുമാറിന്റെ അടക്കം 2 ആത്മഹത്യകൾ, സഹകരണ തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ BJP പ്രതിസ്ഥാനത്തായിരുന്നു. എന്നാൽ അതൊന്നും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഒരു BJP മേയർ സ്വീകരിക്കണമെന്നത് എല്ലാ കാലത്തും വലിയ സ്വപ്നമായി ഉയർന്നിരുന്നു. അതിലേക്കാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മാറാത്തത് മാറുമെന്നായിരുന്നു BJPയുടെ പ്രചാരണം. പ്രധാനമന്ത്രി തന്നെ എത്തി വലിയ പദ്ധതികൾക്ക് പ്രഖ്യാപിക്കുമെന്ന BJP വാഗ്ദാനം ജനം സ്വീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്.